നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാളയാറിൽ വീണ്ടും എക്സൈസിന്റെ ലഹരിവേട്ട. 82 ഗ്രാം മെത്തഫെറ്റാമിനുമായി എറണാകുളം സ്വദേശികളായ യുവാക്കൾ അറസ്റ്റിൽ. ലഹരി വസ്തു പിടികൂടിയത് എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ. എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടി. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ വീണ്ടും കല്ലേറ്. വിൻഡോ ഗ്ലാസ് തകർന്നു. സംഭവത്തിൽ RPF അന്വേഷണം ആരംഭിച്ചു. മാള കൊടിഞ്ഞാമക്കലിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുകയുയർന്നത് പരിഭ്രാന്തി പരത്തി. ക്വിറ്റ് ഇന്ത്യ വാർഷികം. സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരെ കർഷക ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. വാണിയംകുളത്ത് നരേന്ദ്രമോദിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 83-ാം വാർഷികം അവകാശ ദിനമായി ആചരിച്ചത് ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. സംഗീതത്തെയും ഭക്തിയെയും പ്രണയിച്ച ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്കുള്ള ആദരമാണ് സുവർണ ജൂബിലി ആഘോഷമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ. വാളയാറിൽ എക്സൈസിന്റെ വൻ ലഹരിവേട്ട. ടോൾ പ്ലാസയിൽ വാഹന പരിശോധനയ്ക്കിടെ 82.8 ഗ്രാം മെത്താഫെറ്റമിനുമായി എറണാകുളം സ്വദേശികളായ യുവാക്കൾ പിടിയിലായി. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 82.8 ഗ്രാം മെത്തഫെറ്റാമിൻ പിടികൂടിയത്. സംഭവത്തിൽ എറണാകുളം സ്വദേശികളായ 24 വയസ്സുള്ള MV വിനീത് കുമാർ, 29 വയസ്സുള്ള VS സനൂജ് എന്നിവരെ 1ഉം 2ഉം പ്രതികളായി അറസ്റ്റ് ചെയ്തു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ N സന്തോഷും ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ A വിപിൻദാസും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ RS സുരേഷ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ V സുജീഷ്, K പ്രമോദ്, MK പ്രേംകുമാർ, വിനീഷ്, ലൂക്കോസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. 20 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നിലമ്പൂർ പാതയിലെ യാത്രാ ദുരിതത്തിന് ആശ്വാസം പകരാൻ എറണാകുളം ഷൊർണൂർ മെമു ട്രെയിൻ നിലമ്പൂർ വരെ നീട്ടി. റൂട്ടിലെ യാത്രക്കാർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിനാണ് ആശ്വാസമായത്. എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂർ വരെ നീട്ടി റെയിൽവേ ബോർഡ് ഉത്തരവിറക്കി. ട്രെയിൻ നീട്ടിയെന്ന റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. നിലമ്പൂർക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് റെയിൽവേ അംഗീകരിച്ചത്. റെയിൽവേ ബോർഡ് നിർദ്ദേശമനുസരിച്ച് 66-325, 66-326 മെമുവിന് നിലമ്പൂർ റോഡ്, വാണിയമ്പലം, മേലാറ്റൂർ, പട്ടിക്കാട്, അങ്ങാടിപ്പുറം, ചെറുകര, കുലുക്കലൂർ, വല്ലപ്പുഴ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. നിലവിൽ വൈകിട്ട് 5:40 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന മെമു 8:40 ഷൊർണൂരിൽ എത്തുന്നത്. 4 മാസം മുൻപാണ് റൂട്ടിൽ പരീക്ഷണ ഓട്ടം നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായ സംഭവത്തിൽ RPF അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് പിന്നിട്ടപ്പോഴാണ് വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായത്. ട്രെയിനിന്റെ വിൻഡോ ഗ്ലാസ് തകർന്നു. ഗ്ലാസിനോട് ചേർന്ന സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ഷൊർണൂർ RPF ട്രെയിനിൽ കയറി പരിശോധന നടത്തിയ ശേഷം കേസെടുത്തു. മാള കൊടിഞ്ഞാമക്കലിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുകയുയർന്നത് പരിഭ്രാന്തി പരത്തി. മാളയിൽ നിന്ന് തൃശൂരിലേക്കുള്ള KSRTC ബസ്സിലാണ് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് പുക ഉയർന്നത്. ബസ്സിന്റെ ഡോർ സ്റ്റക്കാവുകയും പിന്നാലെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി പുക ഉയരുകയുമായിരുന്നു. ഇതോടൊപ്പം പുറത്തിറങ്ങാൻ കഴിയാത്ത യാത്രക്കാർ ബസ്സിൽ നിന്ന് ജനൽ വഴി എടുത്തുചാടി. പലർക്കും ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ഫയർഫോഴ്സ് ഉടൻ തന്നെ സ്ഥലത്തെത്തി തീയണച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കി. മാളയിൽ നിന്ന് തൃശൂരിലേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് പുക ഉയർന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 83-ാം വാർഷികത്തോടനുബന്ധിച്ച് സംയുക്ത കർഷക ട്രേഡ് യൂണിയൻ സമിതി വാണിയംകുളത്ത് അവകാശ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി നരേന്ദ്രമോദിയുടെയും ട്രംപിന്റെയും കോലം കത്തിച്ചു. ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനാചരണം നടത്തിയത്. ദിനാചരണത്തോടനുബന്ധിച്ച് വാണിയംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും കോലം കത്തിച്ചു.
CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ട്രംപിൻ്റെയും മോദിയുടെയും കോലം കത്തിക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പാലം ഏരിയ പ്രദേശത്ത് ഇന്ന് വാണിയംകുളത്ത് വെച്ച് ഈ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് മുമ്പേ സംസാരിച്ച സ്വാഗത പ്രാസംഗികൻ ഇതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 11 വർഷക്കാലമായി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കാർഷിക മേഖലയും പൊതുമേഖലകളും എല്ലാ മേഖലകളും കോർപ്പറേറ്റ്വൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ജില്ലാ കമ്മിറ്റി അംഗം K. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CPM വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ശോഭന രാജേന്ദ്രപ്രസാദ്, ഏരിയ സെക്രട്ടറി P. ബാബു, KSKTU ഏരിയ സെക്രട്ടറി M. സുരേന്ദ്രൻ, T. മുരളീധരൻ, KP. പ്രേംകുമാർ, P. രാമൻകുട്ടി, P. സ്മിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുളപ്പള്ളി ഇളംകുളത്ത് വയോധികനെ കുളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കുളപ്പള്ളി ഇളംകുളം വീട്ടിൽ 60 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. വയോധികൻ നടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ ഒരു വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇളംകുളത്ത് താമസിക്കുന്ന ജോമോൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മീൻ വളർത്തുന്ന കുളത്തിലാണ് വയോധികൻ വീണത്. കുളത്തിൻ്റെ മുകളിൽ ഇട്ടിരുന്ന വല പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടു നോക്കിയപ്പോഴാണ് ജോമോൻ്റെ കുടുംബാംഗങ്ങൾ കുളത്തിൽ മൃതദേഹം കണ്ടത്. കുളത്തിനോട് ചേർന്ന ചെരുപ്പും ഒരു കവറിൽ വസ്ത്രങ്ങളും കുളത്തിൽ ഒരു മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. മദ്യലഹരിയിൽ കുളത്തിലിറങ്ങിയപ്പോൾ കുളത്തിൽ അകപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഉണ്ണികൃഷ്ണൻ തൊഴിലുറപ്പ് ജീവനക്കാരനാണ്. ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പിന്നീട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കർഷകരെ കടക്കാരാക്കിയ ബാങ്ക് നടപടിക്കെതിരെ ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി സർക്കാർ നെല്ലിന്റെ വില നൽകിയില്ലെന്നും ചൂണ്ടിക്കാട്ടി വായ്പാ കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് SBIയിൽ നിന്ന് കർഷകർക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ നെല്ലുവില മുഴുവൻ കർഷകർക്കും ഇനിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ വർഷം വിറ്റ നെല്ലിന്റെ പേരിൽ കർഷകരെ ബാങ്കുകൾ കടക്കാരാക്കിയതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ബാങ്കുകൾക്കെതിരെ കൃഷിവകുപ്പ് മന്ത്രിക്കും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയത്. നിരവധി സമരങ്ങളെ തുടർന്നാണ് നെല്ലിന്റെ വില നൽകാൻ തന്നെ നടപടിയായത്. കർഷകർക്ക് നെല്ലിന്റെ വില നൽകാൻ സർക്കാർ ഉത്തരവ് വന്നപ്പോൾ കനറ ബാങ്കിൽ തുക വിതരണം ആരംഭിച്ചിട്ടും സാങ്കേതികത്വം പറഞ്ഞ ഷൊർണൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിതരണം ആരംഭിച്ചിരുന്നില്ല. സിവിൽ സപ്ലൈസ് വകുപ്പ് ഡയറക്ടർ നേരിട്ടിടപെട്ടാണ് വിതരണം തന്നെ ആരംഭിച്ചത്. നെല്ലെടുത്ത് 24 മണിക്കൂറിൽ പണം കർഷകന് നൽകുമെന്ന് സപ്ലൈകോ നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. 24 മാസം പിന്നിട്ടാലും പണം കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് കർഷകർ ആക്ഷേപിച്ചു. കഴിഞ്ഞ വർഷം ലോണായി കിട്ടിയ നെല്ലുവിലയുടെ ലോൺ കുടിശ്ശിക തീർക്കാനായി ഷൊർണൂർ SBIയിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസമായി കർഷകർക്ക് SMS സന്ദേശവും ഫോൺ വിളിയുമുണ്ടായിരുന്നു. ബാങ്ക് അധികൃതരുമായി പാടശേഖര സമിതി ഭാരവാഹികൾ ബന്ധപ്പെട്ടപ്പോഴാണ് വായ്പാ കുടിശ്ശികയുടെ കാര്യം തന്നെ അറിയുന്നത്. കർഷകർക്ക് സർക്കാർ ഫണ്ട് കിട്ടാതെ PRS വെച്ച് ലോൺ ഒരു ബാങ്കിൽ നിന്നും മുൻകൂർ നൽകുന്നില്ല. സർക്കാർ നൽകിയ നെല്ലുവില ബാങ്കിന് കിട്ടിയില്ല എന്നു പറഞ്ഞാണ് കർഷകരെ ബാങ്കിൽ നിന്നിപ്പോൾ വിളിക്കുന്നത്. ഈ വർഷത്തെ നെല്ലുവില മുഴുവൻ കർഷകർക്കും ഇനിയും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ വർഷം വിറ്റ നെല്ലിൻ്റെ പേരിൽ കർഷകരെ കടക്കാരാക്കിയ ബാങ്ക് നടപടികൾ നിർഭാഗ്യകരമാണെന്ന് കാരക്കാട് പാടശേഖര സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി C. ബിജു എന്നിവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU സായാഹ്ന ധർണ നടത്തി. ടൗണിലെ ഒറ്റപ്പാലം അഡീഷണൽ പ്രൊജക്ട് ഓഫീസിനു സമീപമായിരുന്നു ധർണ. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്ക് ഒപ്പിഡ്യൂട്ടി ആവശ്യമില്ല, പക്ഷേ അവർക്ക് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ പോയിട്ട് ആശുപത്രിയിൽ നിന്ന് അവരെ സഹായിക്കുകയാണ് ആശുപത്രിക്കാരെ. ഡോക്ടർക്കും അവിടുത്തെ ജീവനക്കാർക്കും സുഖമാണ്, അവർ പണിയൊന്നും എടുക്കണം. മാസം 40,000 60,000 ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ അവർക്ക് പണിയെടുക്കണം. ഏരിയ പ്രസിഡന്റ് ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജി, ലക്ഷ്മി എന്നിവർ സംസാരിച്ചു.
കേന്ദ്ര സർക്കാർ നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ. സെക്രട്ടറി യമുനാദേവി സ്വാഗതവും ട്രഷറർ സരോജാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം 50-ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കും. സംഗീതത്തെയും ഭക്തിയെയും പ്രണയിച്ച ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്കുള്ള ആദരമാണ് സുവർണ ജൂബിലി ആഘോഷമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. 14-ാം വയസ്സു മുതൽ ഗുരുവായൂരിൽ സംഗീതാർച്ചന നടത്തിയ സംഗീതജ്ഞനാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ഭാഗവതരുടെ മരണത്തിന് ശേഷം സംഗീതോത്സവം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 17-ന് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിർവഹിക്കും. ചെമ്പൈ സ്മരണാർത്ഥം പോസ്റ്റൽ വകുപ്പിറക്കിയ സ്റ്റാമ്പിന്റെയും തപാൽ കവറിന്റെയും പ്രകാശനം MP കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. ചെമ്പൈയെ അടുത്തറിയാൻ ഏറെ ഉപകരിക്കുന്ന ചെമ്പൈ സംഗീതവും ജീവിതവും പുസ്തകവും പ്രകാശനം ചെയ്യും. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 6 കേന്ദ്രങ്ങളിലായാണ് സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നത്. എല്ലായിടത്തും സംഗീതോത്സവം, പ്രഭാഷണം, സംഗീത സെമിനാർ എന്നിവ നടക്കും. സുവർണ ജൂബിലി ആഘോഷ വിജയത്തിനായി ചെമ്പൈയുടെ ശിഷ്യർ, സംഗീതപ്രേമികൾ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും ഡോക്ടർ വി.കെ. വിജയൻ പറഞ്ഞു. കോട്ടായി ഗ്രാമത്തിലാണ് ഇപ്പോൾ കോട്ടായി എന്നുള്ള ഇതിലല്ല അറിയപ്പെടുന്നത്, ചെമ്പൈ ഗ്രാമം എന്നുള്ള രീതിയിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഗ്രാമമാണ്. അവിടെ തന്നെയാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നത്, ഈ ഉദ്ഘാടന സദസ്സ് നടത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവരുകളാണ് ഉദ്ഘാടനം. അന്ന് അവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആ വേദിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ചെമ്പൈയുടെ പേരിൽ ഒരു സ്റ്റാമ്പും ഒരു കവറും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്നുണ്ട്. അതും വളരെ സവിശേഷമായിട്ടുള്ളൊരു ഒരു നടപടിയാണ്. കാരണം അത്രയും അപൂർവമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ തപാൽ വകുപ്പ് ആരുടെയെങ്കിലും പേരിൽ സ്റ്റാമ്പും കവറും ഇറക്കാറുള്ളൂ. അന്നത്തെ ദിവസം ആ സ്റ്റാമ്പും കവറും അവിടെ എന്തുണ്ടാവും. ഭരണസമിതി അംഗം OB അരുൺകുമാർ, അഡ്മിനിസ്ട്രേറ്റർ കീഴത്തൂർ മുരുകൻ, ജനറൽ കൺവീനർ ചെമ്പൈ സുരേഷ്, കൺവീനർ വിമൽ ജി നാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഇടപെടൽ പരിഹാരവുമായി ഷൊർണൂർ നഗരസഭ. ആറാണി ഐക്കോൺസ് ആശുപത്രി റോഡിൽ പനഞ്ചിക്കുന്നത് പടിയിലെ കാരക്കാട് തോട്ടുപാലത്തിന് സമീപം ഇടിഞ്ഞു താഴ്ന്ന റോഡ് കോറി വേസ്റ്റ് ഉപയോഗിച്ച് നികത്തി ഗതാഗതയോഗ്യമാക്കി. റോഡ് ഇടിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, 10-ാം വാർഡ് കൗൺസിലർ CK സൗമ്യ എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. തുടർന്ന് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഷൊർണൂർ നഗരസഭാ ചെയർമാന് നിവേദനം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച നഗരസഭാ കണ്ടിജന്റ് ജീവനക്കാരെത്തി ക്ലബ് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. കാരക്കാട് തത്തങ്കോട് കവളപ്പാറ ഐക്കൺസ് ഹോസ്പിറ്റൽ, ത്രാങ്ങാലി, കാരക്കാട്, ലക്ഷംവീട്, ചുടുവാലത്തൂർ എന്നിവിടങ്ങളിലെ 100 കണക്കിന് പൊതുജനങ്ങളും വാഹനയാത്രക്കാരും ആശ്രയിക്കുന്ന പാതയാണിത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീ CDS മുട്ടക്കോഴികളും കൂടുകളും വിതരണം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിന്റെ 2024-2025 വർഷത്തെ അനിമൽ ഹസ്ബൻഡറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 400 മുട്ടക്കോഴികളെയും 20 കൂടുകളും വിതരണം ചെയ്തത്. നമുക്ക് ആവശ്യമുള്ള മുട്ട വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്ക് കൂടി വിൽപ്പന നടത്തിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് അതിനുള്ളത്. 4 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തിൽ തുടക്കം എന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് കൂടുതൽ ബന്ധുക്കൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മൾ ലഭിക്കുമ്പോൾ അത് നമ്മുടെ സൗകര്യത്തിന്, അതായത് നമ്മുടെ നാടിനും നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗുണഭോക്താവിന് ഒരു കൂടും 20 മുട്ടക്കോഴികളും ആവശ്യമായ തീറ്റയും പ്രതിരോധ മരുന്നുമാണ് സബ്സിഡി നിരക്കിൽ നൽകിയത്. ചടങ്ങിൽ CDS ഉപസമിതി കൺവീനർ ജിഷ സ്വാഗതം പറഞ്ഞു.
CDS ചെയർപേഴ്സൺ VC സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, മെമ്പർ സെക്രട്ടറി മനോജ്, ബ്ലോക്ക് കോർഡിനേറ്റർ പ്രീതി ഷോജി എന്നിവർ സംസാരിച്ചു. CDS അക്കൗണ്ടന്റ് KP ദീപ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പനി ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥി ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതയായി. ചേലക്കര തോന്നൂർക്കര കൃപാനഗറിൽ താമസിക്കുന്ന വാസുദേവന്റെ മകൾ 17 വയസ്സുള്ള രുദ്രയാണ് വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ചേലക്കര SMT സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് രുദ്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാളയാറിൽ വീണ്ടും എക്സൈസിന്റെ ലഹരിവേട്ട. 82 ഗ്രാം മെത്തഫെറ്റാമിനുമായി എറണാകുളം സ്വദേശികളായ യുവാക്കൾ അറസ്റ്റിൽ. ലഹരി വസ്തു പിടികൂടിയത് എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ. എറണാകുളം ഷൊർണൂർ മെമു നിലമ്പൂരിലേക്ക് നീട്ടി. ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ വീണ്ടും കല്ലേറ്. വിൻഡോ ഗ്ലാസ് തകർന്നു. സംഭവത്തിൽ RPF അന്വേഷണം ആരംഭിച്ചു. മാള കൊടിഞ്ഞാമക്കലിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും പുകയുയർന്നത് പരിഭ്രാന്തി പരത്തി. ക്വിറ്റ് ഇന്ത്യ വാർഷികം. സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരെ കർഷക ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. വാണിയംകുളത്ത് നരേന്ദ്രമോദിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 83ാം വാർഷികം അവകാശ ദിനമായി ആചരിച്ചത്. ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. സംഗീതത്തെയും ഭക്തിയെയും പ്രണയിച്ച ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്കുള്ള ആദരമാണ് സുവർണ ജൂബിലി ആഘോഷമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.